ആഗ്രഹിക്കുന്നവരാണ്. പീസ്ഫുൾ ആയിരിക്കുക, സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. ഹ്യൂമൻ ബീയിങ് അങ്ങനെയാണ്. ഈ ഹ്യൂമൻ ബീയിങ് മനുഷ്യൻ, ഈ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിൽ തന്നെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആ ഹ്യൂമൻ എന്ന ആ ലെറ്റർ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എച്ച് എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഹ്യൂമനിലെ എച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എച്ച് കൊണ്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹ്യൂമൻ, വി ആർ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തന്നെയാണ് ഇപ്പൊ ഇനിഷ്യേഷൻ എടുക്കേണ്ടത്. സെൽഫ് ലീഡർഷിപ്പ് എന്ന് പറയും. ഇപ്പൊ പീസ്ഫുള്ളായി ജീവിക്കണം, മണി ഉണ്ടാക്കി ജീവിക്കണം, സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം, അങ്ങനെയൊക്കെ ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാവരുടെയും ബേസിക് കോർ ആഗ്രഹം അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്നുള്ള ലെറ്ററിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എങ്ങനെ ആയിരിക്കണം നമ്മൾ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് തന്നെ ഒന്ന് എടുത്തു നോക്കിയാലോ. ഹമ്പിൾ. ജയലക്ഷ്മി പറയുന്നു ഹമ്പിൾ. കുറച്ചുകൂടെ കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു സാധനം ചിന്തിച്ചു നോക്കിയേ. കുറച്ചുകൂടെ വൈഡായിട്ട്. ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി കുറച്ചുകൂടെ വൈഡായിട്ട്. ഒരു നല്ല ഹോണസ്റ്റി ഒക്കെ നല്ല 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 ഉത്തരങ്ങളാണ് ഈ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നല്ല കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ പറയുന്ന നല്ല വേർഡ്സ് പറയുമ്പോൾ. വേർഡ്സ് ആർ ലൈക്ക് അഫർമേഷൻസ്. ഇതൊക്കെ നമുക്ക് എവിടെയൊക്കെ വേണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ. ഹെൽപ്ഫുൾനെസ്, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ് ഒരു ഹ്യൂമൻ ബീങ്. ഹെൽപ്ഫുൾ ആയിരിക്കണം. ഹെൽപ്ഫുൾ, അവനവനെ സഹായിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം. ഹെൽപ്ഫുൾ, സഹായിക്കാൻ കഴിയുന്ന ഒരാളാണ് ഒരു ഹ്യൂമൻ ബീങ്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത HU എന്തായിരിക്കും? ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ. യു. അണ്ടർസ്റ്റാൻഡിങ്. പെർഫെക്റ്റ്. അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ഇമോഷൻ എന്താണ്, ഞാൻ സ്ട്രെസ്സിലാണോ, ഞാൻ പീസിലാണോ, ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ വിചാരിക്കുന്ന തരത്തിലേക്ക് എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റുമോ, ഇന്നലെ വരെയുള്ള എൻ്റെ തോട്ട്സിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നാളെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ, ഞാൻ എന്തെല്ലാം വർക്ക് ചെയ്യണം. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്. അവനവനെ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റില്ല. വെരി നൈസ്. ആൻഡ് mindfulness or presence. മൈൻഡ്ഫുൾനെസ് ഈസ് മീനിങ്ഫുൾ. ഒന്നുകൂടി. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പം ഈ ഹ്യൂമൻ മീനിങ്ഫുൾ ആണോ മാം? മീനിങ്ഫുൾ കുറച്ചുകൂടി. ഇത് ഈ ഹ്യൂമൻ ലെറ്റേഴ്സ് വരുമ്പോൾ ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല. മൈൻഡ്ഫുൾനെസ് അവനവൻ്റെ, മീനിങ്ഫുൾ ആയിട്ട് ചിന്തിക്കുക, അവനവൻ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പുറം ലോകത്തെയും പുറത്തുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കണം. M4 മിങ്കിൾ ചെയ്യാൻ കഴിയണം, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയണം. അതായത് കറക്റ്റ് ഹ്യൂമൻ ബീയിങ്. എൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതിയോ? മറ്റേ എൻ്റെ സ്വന്തം വീട്, എൻ്റെ വീട്ടുകാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സുഖം സന്തോഷത്തിനോ മറ്റുള്ളവരുമായിട്ടും എസ്പെഷ്യലി ഇന്നത്തെ ലോകത്ത് കൊളാബറേഷൻ ഒരു സ്കില്ല് കൂടിയാണ്. മിങ്കിൾ ചെയ്യാൻ കഴിയുക. അടുത്ത ലെറ്റർ A അല്ലേ? A. വെറുതെ ഒരു ചോദ്യം ചോദിച്ചു രാവിലെ. ഹ്യൂമൻ എന്ന് പറയുന്ന എങ്ങനെ ആയിരിക്കണം ഒരു ഹ്യൂമൻ ബീയിങ്? എന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ ഈസി ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലായിരിക്കണം. എന്ന് പറയുന്നത് അമ്യൂസ്, എക്സൈറ്റ്മെന്റ്, ഭയങ്കര സന്തോഷം. ഓരോ മൊമെന്റും അടുത്ത മൊമെന്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോട്ട്. അമ്യൂസ്മെന്റ് പാർക്ക് എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മളെ വൈബ്രേഷൻ ഭയങ്കരമായിട്ട് കൂട്ടും. ആ ഒരു എക്സൈറ്റ്മെന്റ് മറ്റുള്ളവർക്ക് നമ്മളോട്
വലിയ ഒരു ഇഷ്ടം തോന്നും. അമ്യൂസ്മെന്റ്. ചില ആൾക്കാർ കണ്ടില്ലേ, വെറുതെ എന്തിനോ ഇങ്ങനെ നടന്നു പോകുന്നു, ജീവിക്കുന്നു. പക്ഷെ ഒരു നെക്സ്റ്റ് മൊമെന്റ് എൻ്റെ ലൈഫിൽ അടുത്ത് വരുന്ന ആൾക്കാർ എന്നെ പ്രചോദിപ്പിക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു മൊമെന്റിൽ എനിക്ക് ഏറ്റവും നല്ലതാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ ജീവിക്കുക. അത് സൂപ്പർബാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈഫ് ഭയങ്കര പ്രചോദിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഓരോ മൊമെന്റും എന്നെ പ്രചോദിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മളെങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് റിവേഴ്സ് ആൽക്കമി എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്, റിവേഴ്സ് ആൽക്കമി. നമ്മൾ സാധാരണ ചെയ്യുന്ന ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ്സ്. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിക്കത്തേയില്ല. ഈ ലൈഫിലുണ്ടായ നന്മകളെ ശ്രദ്ധിക്കുന്നവർക്ക് ഈ അമ്യൂസിങ് എന്നുള്ള ഒരു, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നതിന് വേറെ കാരണങ്ങളൊന്നും വേണ്ട. അതൊന്ന് നമ്മൾ ഈ ഡിസ്കൗണ്ടിങ് പോസിറ്റീവ് എന്ന് വെച്ചാൽ ചില നന്മകൾ നമ്മൾ കാണാതെ പോകും, തിരിച്ചറിയത്തില്ല. ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, താങ്ക് ഗോഡ്. ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചിലരെങ്കിലും ചായ കോഫി കുടിച്ചിട്ടുണ്ടാകും, നടന്ന് കാര്യങ്ങൾ ബാക്കിയുള്ള ഇത്, നമ്മളുടെ ബേസിക് നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാകും അല്ലേ. അതൊന്നും നമ്മൾ കാണുന്നില്ല. അതാണ് ഡിസ്കൗണ്ടിങ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സ് ആൽക്കമി. പിന്നെ വേറെ ചില ആൾക്കാർക്കുണ്ട് മിസ്സിംഗ് ടൈൽ സിൻഡ്രം എന്ന് പറയുന്നൊരു സംഭവം. ഇവർക്കൊന്നും ഈ എന്തൂസിയാസം അല്ലെങ്കിൽ അമ്യൂസിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. മിസ്സിംഗ് ടൈൽ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട് ഓടിട്ടാണെന്ന് വിചാരിക്കും. അപ്പം വീട് വലിയ വീടായിരിക്കും, ആ ഏതെങ്കിലും മൂലയിൽ ഒരു ഓട് ഇല്ല, ഇപ്പുറത്തെ സൈഡിൽ ഒരു ഓട് ഒന്ന് പൊട്ടിയിരിക്കും, പിന്നെ സ്വസ്ഥതയില്ല. അയ്യോ, ആ ഓട് പൊട്ടിപ്പോയി, ഈ ഓട്. ഈ പൊട്ടാത്ത 1498 ഓടുകൾ അതിനകത്ത് ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പൊട്ടിയ 2 ഓട് ആലോചിച്ചിട്ട് ലൈഫ് മുഴുവൻ കൊളാക്കും. മിസ്സിംഗ് ടൈൽ സിൻഡ്രം. അങ്ങനെയുള്ളവർക്ക് എവിടെ എക്സൈറ്റ്മെന്റ് കിട്ടും? ഒരിക്കലും എക്സൈറ്റ്മെന്റ് കിട്ടത്തില്ല. ആ 1490 ഓടുകളും പക്കായിട്ട് പ്യുവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, സോ നൈസ്, താങ്ക് ഗോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അവിടെയാണ് അപ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ ആകുന്നത്. നമ്മൾ വെറുതെ ഹ്യൂമൻ്റെ ലേബൽ ഇട്ടിട്ട് വേറെ ഏതൊക്കെ ജീവിതം നയിക്കുന്നതായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഹ്യൂമൻ ആകണമെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് വേണം. അടുത്ത എൻ എൻ ഹ്യൂമനിലെ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയ നർച്ചർ. ഒരു ചെടി നമ്മൾ വളർത്തില്ലേ, വളരെ ശ്രദ്ധയോട്, വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടി, ഒരു പ്ലാന്റ് കൊണ്ട് നമ്മൾ നട്ടു വെച്ചാൽ കറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ, അതുപോലെ വെള്ളം കിട്ടുന്നുണ്ടോ, അതിന് വളം വേണമെങ്കിൽ അത് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് വളരെ നമ്മൾ നർച്ചർ ചെയ്യും. നമ്മുടെ കുട്ടികളെ നമ്മൾ നർച്ചർ ചെയ്താണ് വളർത്തുന്നത്. നമ്മളെ ശ്രദ്ധാപൂർവ്വം ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ എൻ്റർടൈൻമെൻറ്റിന് കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. നമ്മളും നർച്ചർ ചെയ്യണം. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ എവിടെയാണ്, നമുക്ക് ഏത് സ്കില്ലാണ് കുറവുള്ളത്, ആ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം. ഔട്ട്ഡേറ്റഡ് ആയി പോവും. ഏത് നോളജാണ് അവിടെ കുറവ്, അത് സെൽഫ് ആയിട്ട് നമ്മുടെ ഇമോഷൻ ലെവൽ ഏതാണ്, ആ റോങ് ഇമോഷനിലാണ്. എൻ്റെ ഇമോഷൻസ് ഇപ്പം വളരെ താഴത്തെ ഇമോഷനാണ്, അല്ലെങ്കിൽ എൻ്റെ എനർജി താഴെയാണ്. ഇത് നമ്മൾ സെൽഫായിട്ട് നർച്ചർ ചെയ്യണം. വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ ഇമോഷൻ നർച്ചർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ ഇമോഷനെ കുറച്ചുകൂടെ കൊളാക്കി തരും, കുറച്ചുകൂടെ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് തരും, വേറെ ആരും. അപ്പം നമ്മൾ മാത്രമാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പം അതാണ് ഇന്ന് സംസാരിച്ചത്. സ്ട്രെസ്സും നിന്നും പീസിലേക്ക് പോകാന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഡ്യൂട്ടിയാണ്, നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മൾ മാത്രം ആണ് അത് നർച്ചർ ചെയ്യേണ്ടത്. വേറെ ആരെങ്കിലും ഹസ്ബൻഡോ വൈഫോ എന്നെ കുറച്ചുകൂടെ കെയർ ചെയ്ത് എന്നെ ശരിയാക്കി തരുമെന്ന് വിചാരിക്കേണ്ട. സെൽഫ് ഇനിഷ്യേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ഹ്യൂമൻ്റെ ലാസ്റ്റ് ഹ്യൂമൻ ഇത്ര നമ്മൾ നർച്ചറാണ്. സോ ഹ്യൂമന് പിന്നെ നമുക്ക് വേണ്ടത് ഈ സാധാരണ പറയുന്ന ഒരു അഡാപ്റ്റബിലിറ്റി ഒക്കെ വേണമെന്ന് പറയും. നമുക്ക് വേണ്ട കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ലീഡർഷിപ്പിലൊക്കെ വരുന്ന ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് ഞാൻ പറയുന്നത്
സ്ട്രെസ് എന്താണ്? സ്ട്രെസ്സിൽ നിന്നും പീസിലേക്ക്. അതായത് നമ്മൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. യൂസ്ട്രെസ് ഉണ്ട്, ഡിസ്ട്രെസ് ഉണ്ട്. അപ്പം നമുക്ക് സ്ട്രെസ് ചില സ്ഥലങ്ങളിൽ സ്ട്രെസ് വളരെ നല്ലതാണ്, അറിയാം. അപ്പോൾ അതായത് നമ്മളെ ബോഡി മൈൻഡും ചില ത്രെട്ട് നമുക്കുണ്ടാകുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ റിയൽ ആയിരിക്കാം സ്ട്രെസ്, ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ട്രിഗർ കൊണ്ട് സ്ട്രെസ് വരും, ചിലപ്പോൾ ഒരു കൊഗ്നിറ്റീവ് ഇഷ്യൂ, തോട്ട് പ്രോസസ്, ചിന്തകൾ കൊണ്ട് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാകാം, ഇമോഷൻസ് കൊണ്ട്. ഇപ്പം നമ്മളിങ്ങനെ രാവിലെ മുതൽ സങ്കടപ്പെട്ടിരിക്കുന്നു, സങ്കടം കൂടി 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 പിന്നെ പല പല സങ്കടങ്ങളായി, പിന്നെ അതൊരു സ്ട്രെസ്സിലേക്ക് പോകാം. ആൻഡ് സ്പിരിച്വൽ റിയാക്ഷൻ കൊണ്ടും സ്ട്രെസ് വരാം. അയ്യോ, ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെ പല തരത്തിലുള്ള സ്ട്രെസ് വരും. ഇനി എക്സ്റ്റേണൽ സ്ട്രെസ്, എക്സ്റ്റേണൽ റീസൺ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവും, ഇന്റേണൽ സ്ട്രെസ്സും ഉണ്ടാവും. ഇപ്പം ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെസ്, ഫിനാൻഷ്യൽ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ്, അതെല്ലാം എക്സ്റ്റേണൽ ആണ്. റിലേഷൻഷിപ്പ്, ഇപ്പം ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നു. എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ലോസ്, അതൊക്കെ എക്സ്റ്റേണലി ഉണ്ടാകുന്ന റീസൺ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. ഇനി ഇന്റേണലി വരുന്നതാണെങ്കിലോ, ചില വിശ്വാസങ്ങൾ നമുക്ക് സ്ട്രെസ് തരും. നമുക്ക് ആ എഗെയിൻസ്റ്റ്, വിശ്വാസത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് തരും. ഫിയർ ഓഫ് ഫെയിലുവർ നമുക്ക് സ്ട്രെസ് തരും. പെർഫെക്ഷനിസം സ്ട്രെസ് തരും. ഈ റെസിസ്റ്റൻസ് മുഴുവൻ ഇന്റേണലി വരുന്ന സ്ട്രെസ്സാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്ട്രെസ്സുമായിട്ട് ഒരു അതായത് സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് മൈൻഡ് സെറ്റ് ഉള്ളത്. ഹാപ്പി ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ മൈൻഡ് സെറ്റ് അങ്ങനെ ഒരു നേച്ചറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്ട്രെസ് അഫക്റ്റ് ചെയ്യുക? ഇതൊക്കെ എൻ്റെ സാധാരണ കാര്യങ്ങൾ, നോർമൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒരു ഡീപ്പർ ലെവലിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ സ്ട്രെസ് എങ്ങനെയാണ്, പല ഡയമെൻഷനിലാണ് സ്ട്രെസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, സ്ട്രെസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇത് പിന്നെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോർട്ടിസോളും അഡ്രിനാലിനും ആണ്. അത് BP കൂട്ടുന്നു, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അത് അഫക്റ്റ് ചെയ്യുന്നു. കണ്ടിന്യൂസ് സ്ട്രെസ് വരികയാണെങ്കിൽ അസുഖം വരുന്നു, ഇൻഫ്ലമേഷൻ വരുന്നു, ഡൈജഷൻ, പുവർ ഡൈജഷൻ വരുന്നു, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരുന്നു. ഫിസിക്കൽ ബോഡിയിൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഹെഡേക്ക് വരുന്നു, ഇപ്പോൾ കാർഡിയോവാസ്കുലർ ഡാമേജ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് സ്ട്രെസ് വരുമ്പം നമുക്ക് ക്രോണിക് ഡിസീസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടുതലാണ്. ഇനി മാനസിക തലത്തിൽ ആ ഡയമെൻഷനിൽ എന്തൊക്കെയാണ്, മെന്റൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് തലത്തിൽ എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, മെമ്മറി ലോസ് ഉണ്ടാവും, നെഗറ്റീവ് തിങ്കിങ് ലൂപ്പ്. ഈ സ്ട്രെസ് ഇപ്പം നെഗറ്റീവ് തോട്ടിൽ വരുന്ന ഒരാൾ അതൊരു ലൂപ്പിലേക്ക് തന്നെ പോകും. വീണ്ടും നെഗറ്റീവ് തോട്ട്, വീണ്ടും സ്ട്രെസ്, ആങ്സൈറ്റി, വീണ്ടും നെഗറ്റീവ് ബിലീഫ്, നെഗറ്റീവ് തോട്ട്. ഇതൊരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യും, ഓവർ തിങ്കിൻ്റെ ലൂപ്പ്. ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചൊരു മെന്റൽ ഫെറ്റീഗ് ഉണ്ടാവും മനസ്സ്. പിന്നെ നമ്മൾ മെന്റലി ടയേർഡായി, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഒന്ന് സന്തോഷിക്കാൻ പറ്റില്ല, നമുക്ക് ആ ലൂപ്പിൽ നിന്നും പുറത്ത് വരാൻ പറ്റില്ല. ദി ഇന്നബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ്, ആങ്സൈറ്റി കൂടുന്നു, ഡിപ്രഷൻ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ഇമോഷണൽ തലത്തിൽ എന്താണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്? ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടാകുക, നമ്മൾ ഓവർവീംഡ് ആവും. എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണമെന്നറിയില്ല, എപ്പോഴും സങ്കടം, കരഞ്ഞുകൊണ്ടിരിക്കുക, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരു സെൻസ് ഓഫ് ലോസ് ഓഫ് കൺട്രോൾ. നമ്മുടെ കയ്യിലല്ല ഒന്നിൻ്റെയും കൺട്രോൾ. എപ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയാനേ പറ്റത്തില്ല. ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ വർക്കിംഗ് പ്രൊഫഷനിലാണെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത് താഴേക്ക് പോവും. അതുപോലെ ഫീലിംഗ് സ്റ്റക്ക് ആൻഡ് ഫിയർഫുൾ, എല്ലാത്തിനും പേടിയാണ്. സ്റ്റക്കായി പോയില്ല,
ഇമോഷണലി സ്ട്രെസ് വരുത്തുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പം നേരത്തെ സ്മാർട്ടായിരുന്ന ഒരാൾ പോലും ഐ ആം നോട്ട് ഇനഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്കിലേക്ക് പോകും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, കണ്ടിന്യൂസ് ഇങ്ങനെ ഇമോഷണലി വീക്കായി പോകുന്നത്, എന്നെ കൊണ്ട് ഇനി ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. അവരുടെ പർപ്പസ്, ധർമ്മ അതിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി പോകും. അപ്പോൾ ജോലിയൊക്കെ ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷെ ഇനി എനിക്ക് പറ്റില്ല എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമോഷണൽ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ഫെയ്ത്ത് നഷ്ടപ്പെടുക, എല്ലാത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ഇനി സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്തിനു വേണ്ടി? ആളുകൾ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈ സ്പിരിച്വൽ വെൽബീയിങ് ഉള്ളവർക്ക് ഒരു പരിധിവരെ സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് റിസർച്ച് പറയുന്നത് കേട്ടോ. നല്ല സ്പിരിച്വൽ ഹെൽത്ത് ഉള്ളവർക്ക് സ്ട്രെസ് കുറവായിരിക്കും, ആങ്സൈറ്റി കുറവായിരിക്കും, പെട്ടെന്ന് റെസിലിയൻസ് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്പിരിച്വലി കണക്റ്റഡ് ആകുന്നത് എപ്പോഴും നല്ലതാണ്. സ്പിരിച്വൽ കോഷ്യന്റ്, അല്ലെങ്കിൽ സ്പിരിച്വൽ തോട്ട്സ്, സ്പിരിച്വലി അലൈൻഡ് ലൈഫൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. പിന്നെ റിലേഷൻഷിപ്പിലെ സ്ട്രെസ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, ഡെഫിനറ്റായിട്ട് നമുക്ക് ഫുള്ളി പ്രസൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു സ്ട്രെസ് ഉള്ള ഒരാൾ, ഒരു ഒരു മെന്നാണെങ്കിലും വുമൺ ആണെങ്കിലും അവർ ഇൻവോൾവ്മെന്റ് ഫുള്ളി കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കൂടി നമ്മൾ എന്ത് ചെയ്യും, ടെൻഷനാണ് കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള എമ്പതി താഴേക്ക് പോകും. സ്ട്രെസ് കൂടുമ്പോൾ എമ്പതി കുറഞ്ഞു വരും. അപ്പൊ എമ്പതി കുറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ ഏത് അവസ്ഥയിലെന്ന് നമ്മൾ മനസ്സിലാക്കുക പോലും ഇല്ല. സോഷ്യൽ വിഡ്രോവൽ, പെട്ടെന്ന് പുറത്തേക്ക്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നു. ഈ റിലേഷൻ, അതായത് വെരി കോർ റിലേഷൻ വീടിന് ഉള്ളിൽ തന്നെ നമുക്ക് എടുക്കാം. ഭാര്യ ഭർത്താവ്, വീട്ടിലുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. കാരണം ഇവർ പറയുന്ന സ്ട്രെസ് കൂടിയിട്ട്, സ്ട്രെസ് പ്രൊലോങ്ഡ് സ്ട്രെസ്സാണ്, സമാധാനം ഇല്ലാത്തൊരു തോട്ടും, എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങളുണ്ട്, എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ സ്ട്രെസ് ആയിരിക്കാം. അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. ഇനി വർക്കിംഗ് എൻവയോൺമെന്റിലാണെങ്കിൽ ബേൺ ഔട്ടാണ്, പ്രൊഡക്ടിവിറ്റി താഴേക്ക് പോകുന്നു, പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നു, മാറ്റിവെക്കും, നാളെ ആവട്ടെ, ചെയ്യുന്ന ജോലിയിൽ എറേഴ്സ് വരുന്നു. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സ്ട്രെസ് ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ഫ്രീ മൈൻഡിലാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ ഒരു മോട്ടിവേഷനും ഈ സ്ട്രെസ്സിൽ വരുന്ന സമയത്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് 0 ലെവലായിരിക്കും. മോട്ടിവേഷൻ ഇല്ല. അതുപോലെ ഓവർവെയിംഡ് ടാസ്കുകൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര, നേരത്തെ ടാസ്ക് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ടാസ്ക് ഒരു ബേർഡനായിട്ട് തോന്നും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് കപ്പാസിറ്റി ഇല്ല. നേരത്തെ ഏത് കാര്യത്തിനും ഞാൻ ചെയ്യാം എന്ന് നിൽക്കുന്ന ഒരാൾക്കാർ പുറകോട്ട് വലിയും. അതുപോലെ തന്നെ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ഒരിക്കലും സ്ട്രെസ് ഒത്തിരില്ല, സ്ട്രെസ് അങ്ങ് പോകും. പക്ഷെ സ്ട്രെസ് ഉണ്ടാക്കുന്ന എൻറ്റയർ ലൈഫിനെയും സ്പോയിൽ ചെയ്യും. നമ്മുടെ വെൽബീയിങ്ങിന്, സ്ലീപ്പ്, നമ്മുടെ ജോയ് താഴേക്ക് പോകും. സന്തോഷം എന്ന് പറയുന്ന സംഭവമില്ല. പതുക്കെ ഹെൽത്തിലേക്ക് അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. പല അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ചില ആൾക്കാർ, ഈ വൈബ് നോക്കുന്ന ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് എല്ലാവരും വൈബ്. ഏത് വൈബ്? ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ വൈബിനെ കുറിച്ച് കേട്ട ഏറ്റവും നല്ലൊരു പാട്ട് ഏതായിരുന്നു? പറയാവോ? ഓണം മൂടാ. ഓണം മൂട്. ഏത് മൂട്? ഓണം മൂട്. ഒരു വരി പാടാവോ ആർക്കെങ്കിലും? നല്ല രസമുള്ള പാട്ടല്ലേ അത്. ആമി ഇപ്പൊ പാടി. ആമി വേണമെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസ് കളിക്കും. ആമി ജോബിലല്ലെങ്കിലും. ആമി അതൊന്ന് പാടാവോ? കേട്ടിരിക്കുന്നു ആ സാധനം. ഈ സ്ട്രെസ്സൊക്കെ ഉള്ള, എന്താ പറയുന്നു, നമ്മളിതാ ഒരുപാട് കേട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സംഭവം? ഏത് മൂഡ്? ഓണം മൂഡ്, ഓണം വൈബ് പാട്ട്. അതിന്റെ പാരഡിയും കുറെ വന്നിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പിടിച്ച
ചിരിക്കരുത്. നമ്മൾ ഈ സ്ട്രെസ്, ഇവിടെ ഇരിക്കുന്ന ആർക്കും സ്ട്രെസ് ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സ്ട്രെസ് ഉള്ള ആൾക്കാര് ഈ ബുദ്ധിമുട്ടാണ് മിങ്കിൾ ചെയ്യുക, ഒരു കാര്യം വരുമ്പം അതിന് റെസ്പോണ്ട് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ നമ്മളോട് തന്നെ നമ്മളെ നർച്ചർ ചെയ്യുന്ന ഒരു രീതിയാണിത്. നമ്മളോട് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം, അയ്യോ എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ സാധാരണ ജീവിതം നയിക്കുന്ന ഒരാളാണ്, ഞാൻ എല്ലാ മൂഡും എല്ലാ വൈബും ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സോ ഈ കണ്ടിന്യൂസ്, അതായത് സ്ട്രെസ്സിൽ നമ്മൾ കൂടുതൽ പോവുകയാണെങ്കിൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രെസ് നമ്മുടെ നമ്മുടെ വർത്തിനെസ്സും പീസിനെയും ബാധിക്കുന്നതെന്ന് അറിയാം. നമ്മൾ ആദ്യം വിചാരിക്കും ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു അതായത് എക്സ്റ്റേണൽ പ്രഷറാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ആ സ്ട്രെസ് എന്ന് പറയുന്നത് അതിൻ്റെ റൂട്ട് കിടക്കുന്ന ഇന്റേണൽ സ്റ്റോറീസിലാണ്. ജോബിൻ്റെ ഒരു ഓഫീസിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് വരുന്നതിൻ്റെ റിയൽ റീസൺ എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നു, എനിക്കത് പെർഫോം ചെയ്യാൻ ആ ഒരു ഒരു ഇതിലേക്ക് എനിക്ക് പെർഫോം ചെയ്ത് എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഐ ഷുഡ് ഓൾവേസ് ഡു മോർ, ഞാൻ തന്നെ എപ്പോഴും കൂടുതൽ ചെയ്യണം എന്നുള്ള ഇന്റേണൽ തോട്ടിൽ നിന്നാണ് എക്സ്റ്റേണലി ആ സ്ട്രെസ് വെളിയിൽ വരുന്നത്. പല ബിലീഫ്സിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ക്രോണിക് സ്ട്രെസ് ഉള്ളവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് അവരുടെ ബിലീഫ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെസ്, അതായത് അവരാ എന്താണോ അവരെന്തായി തീരണമെന്ന് അവരാഗ്രഹിക്കുന്നു, ഇത് രണ്ടിൻ്റെ ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ അവരവരെ തന്നെ കാണുന്ന, ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു ഗ്യാപ്പാണ് ക്രോണിക് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഈ പ്രഷറിൽ നിന്നും നമ്മൾ പീസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വർത്തിനെസ് ഉണ്ടാകണം. നമ്മൾ we need to feel that we are enough, good enough, being enough എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകണം. ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്നും പുറത്തു വരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, അല്ലേ? ആ ഒരു അത്തരം ഇപ്പൊ സ്ട്രെസ്സിന്റെ വളരെ ഡീപ്പ് ലെവലിൽ, എൻ്റെ ബയോളജിക്കൽ ലെവലിൽ, ഇപ്പം ഫിസിക്കലി, ഇമോഷണലി, മെന്റലി, സ്പിരിച്വലി ഒക്കെ അഫക്റ്റ് ചെയ്യുന്നതിന് ഡീപ്പ് ലെവലിൽ പോകുന്നില്ല. കാരണം ഇത് ഞാൻ നേരത്തെ ഞാൻ തന്നെ ഫ്രീ ഇതേപോലെയുള്ള സെഷൻസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ അത്രയും ഡീപ്പർ ലെവലിൽ പോകാത്തത്. സോ ഫസ്റ്റ് സ്ട്രെസ് വരെ, അല്ലെങ്കിൽ ആദ്യം തന്നെ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഫുൾ ആണെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ബ്രീത്ത് ആൻഡ് കൊഹറൻസ് പ്രാക്ടീസ്. അതായത് നമ്മൾ നേരത്തെ പറയല്ലേ, നമ്മളൊരു പ്രോപ്പർ അലൈൻമെന്റിൽ വരാൻ ഹാർട്ട്, ബ്രെയിൻ, ഗട്ട് കൊഹറൻസ് പറയും. വളരെ റിലാക്സ്ഡ് ആണ്. ഇപ്പം ECG എടുത്ത് നോക്കുമ്പോഴത്തേക്കും സ്ട്രെസ് ഇപ്പം അതൊരു കറക്റ്റ് റിതമിലല്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. റിതമാണെങ്കിൽ ഒരേ ലെവലിൽ, അപ്പോൾ അതായത് ഒരു റിതമാറ്റിക് വേവ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ കൊഹറൻസ് എന്ന് പറയുന്നതും ഈ ഹൃദയവും ബ്രെയിനും ഗട്ടും ഒക്കെ ഒരേപോലെ ആവുന്ന ഒരു സ്റ്റേജാണ്. അത് മാനിഫെസ്റ്റേഷനും മാത്രമല്ല, ഈ കൊഹറൻസ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാവും. ഇത് ഫോക്കസ് ചെയ്ത്, ഹാർട്ട് ഫോക്കസ് ചെയ്ത്, ഗട്ട് ഫോക്കസ് ചെയ്ത്, ഹെഡ് ഫോക്കസ് ചെയ്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട്. നോർമൽ ബ്രീതിങ് അല്ല ഇവിടെ പറയുന്നത്. ഹാർട്ട്, ബ്രെയിൻ, ഗട്ട് കൊഹറൻസ് ബ്രീത്ത്. അതായത് ആദ്യം ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കുക. ദെൻ അതൊരു 3 ടൈം എടുക്കുക. ദെൻ ഗട്ടിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത്, ഗട്ടിലൂടെ വയറില് ഈ പവർ പൊസിഷൻ, സോളാർ പ്ലെക്സസിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു,
അവിടെ ആ സോളാർ പ്ലെക്സസിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നതായിട്ട് വിഷ്വൽ ചെയ്യുക. ദെൻ നമ്മളുടെ ബ്രെയിനിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു ശിരസിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ട്. ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കൊഹറൻസിലേക്ക്, നമുക്കൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ ബ്രീതിങ് ടെക്നിക്കാണ് ഹാർട്ട്, ഹെഡ് ആൻഡ് ഗട്ട് ബ്രീതിങ് എന്ന് പറയുന്നത്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രീതിങ് ടെക്നിക്കാണ്. അപ്പം ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് തരുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അവർ കൊഹറൻസിലേക്ക് എത്തുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ടും നമ്മളെ ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹാർട്ട് ബ്രെയിൻ ഗട്ട് കൊഹറൻസ് ബ്രീതിങ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിസോൾ പെട്ടെന്ന് താഴെ പോവും, സ്ട്രെസ് ഹോർമോൺ. നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യും, കാംനെസ് പെട്ടെന്ന് കൂടും, നമ്മൾ പെട്ടെന്ന് ശാന്തരായി മാറും. ഈവൻ എ ഫ്യൂ മിനിറ്റ്സ് ഡെയിലി ഷിഫ്റ്റ് യുവർ ഫിസിയോളജി. ഒരു രാവിലെ ഈ ഓരോ ഇതിലും 5 ടൈംസ് 5 ഹെഡ്, 5 ഹാർട്ട് ആൻഡ് 5 ഗട്ട് ബ്രീത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫിസിയോളജി തന്നെ ചേഞ്ച് ആവും. ട്രൈ ചെയ്ത് നോക്കുക. ഇന്നർ പീസ് കിട്ടാൻ സൂപ്പർ ബ്രീത്തിങ് സ്റ്റൈലാണിത്. ദെൻ ബിലീഫ് വർക്ക്, അതൊരു ഇന്നർ റീപ്രോഗ്രാമിംഗ് ആണ്. സ്ട്രെസ് കുറയ്ക്കാനുള്ള ബിലീഫ് വർക്ക് ഇന്നർ റീപ്രോഗ്രാമിംഗ് ആണ്. അതായത് പലപ്പോഴും നമുക്ക് സ്ട്രെസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് സമാധാനമൊന്നും കിട്ടാൻ പോകുന്നില്ല, എൻ്റെ വിധി ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുക എന്നാണ്. ഞാൻ എപ്പോഴും ആക്റ്റീവായിരുന്നു, ഞാനിതൊക്കെ ചെയ്തേ പറ്റുള്ളൂ, ഇതാണ് എൻ്റെ വിധി എന്ന് ഡെസ്റ്റിനി ചോദിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവരുടെ ബിലീഫ് അങ്ങനെയാണ്. അപ്പൊ ഈ ബിലീഫിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യണം. അതായത് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ, അതിന് ബിലീഫ് റീകോർഡ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ തിരിച്ച് ആ ബിലീഫിനെ ഒന്ന് റിവേഴ്സ് ചെയ്യണം, അതായത് റീഫ്രെയിം ചെയ്യണം. ഐ ഡോണ്ട് ഡിസർവ് പീസ്, എനിക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. ആ മൊമെന്റിൽ നമ്മൾ വിചാരിക്കണം എനിക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു, ഞാൻ സമാധാനത്തിൽ ജീവിക്കുന്നു. ആ ഒരു ബിലീഫിനെ നമുക്ക് അഫർമേഷനിലൂടെ കൊടുക്കാം, വളരെ ഷാർപ്പ് തോട്ട് ഉള്ളിൽ കൊടുക്കാം. ആ വിശ്വാസം നമ്മൾ റീഗെയിൻ ചെയ്യണം. ഇതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് EFT ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഫ്രേസിൽ ഐ ആം ഡിസർവിങ് പീസ്, ഐ ആം ഡിസർവിങ് കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് EFT കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ബിലീഫിന്, ഏത് ബിലീഫാണോ നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ പോസിറ്റീവ് ബിലീഫിനെ റീഫ്രെയിം ചെയ്ത് EFT ടാപ്പിങ്ങിലൂടെ നമ്മൾ പറയുക, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. വെരി ഗുഡ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം അത് ഇത്രയും നമുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. EFT നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം സംസാരിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ ഓർ സ്റ്റിൽനെസ്, ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളുടെ തോട്ട്സിനെ ലെറ്റിങ് ഗോ, അത് പൊക്കോട്ടെ, എന്ത് തോട്ടാണോ വരുന്നത് അതിൻ്റെ വഴിക്ക് വിടുക. അപ്പോൾ നമുക്ക് മൈൻഡ്ഫുൾ ഈ ഒരു മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വളരെ കോൺഷ്യസ് ആയിട്ട് എന്താണ് ഞാൻ അനുഭവിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് ഇതാണ്, എന്ത് തരം ചിന്തയാണിത്, ഇത് നെഗറ്റീവ് തോട്ടാണോ പോസിറ്റീവ് ആണോ, ഏത് ഇമോഷനാണ്, ഏത് തരം ഫീലിംഗ് ആണ് എനിക്കുള്ളത്, എനിക്ക് എന്താണ് വേണ്ടത്, ആ ഒരു അവയർനെസ് മൈൻഡ്ഫുൾനെസ് കൂടെ കിട്ടും. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ട്രെസ് ഒഴിവാക്കി കാംനെസ്സിലേക്ക്, സ്റ്റിൽനെസ്, സൈലൻസിലിരിക്കുക, ദ ബ്യൂട്ടിഫുൾ പ്രോസസ്സാണ് സ്റ്റിൽനെസ്സിലേക്ക് പോവുക. അപ്പം ഇത് റിസർച്ച് പറയുന്നത് സ്ട്രെസ്സും ഡിപ്രഷനും
കുറഞ്ഞ് മെൻ്റൽ ക്ലാരിറ്റി കിട്ടാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എയ്തർ മെഡിറ്റേഷൻ ഓർ സ്റ്റിൽനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്. സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. കണ്ണടച്ചുകൊണ്ട് സൈലൻസിൽ വെറുതെ ഇരിക്കുക വളരെ നല്ലതാണ്. സ്പിരിച്വൽ പ്രാക്ടീസസ് അടുത്തത്. പ്രെയർ, വെരി ഗുഡ് പവർ, വളരെ നല്ല പവറാണ് പ്രെയറിനുള്ളത്. നമുക്ക് ഈവൻ ഈ ഹോളി ബുക്സ് റീഡ് ചെയ്യുന്നത് സ്ട്രെസ് കുറയ്ക്കും. ഗീത, ഖുർആൻ അല്ലെങ്കിൽ എപ്പിക്സ്, ബൈബിൾ. വളരെ കൂടുതൽ സ്ട്രെസ്സുള്ള സമയത്ത് ഏതെങ്കിലും ഹോളി ബുക്ക്, ഇപ്പം പ്രെയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നില്ല. ജസ്റ്റ് ടേക്ക് എ ബുക്ക്. ഇനി ആ ബുക്ക് എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല, ബുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ആങ്കറിങ്. നേരത്തെ നിങ്ങൾക്ക് ഹോളി ബുക്ക് റീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബുക്ക് കൈകളിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം വെറുതെ കണ്ണടച്ചിരുന്നാൽ തന്നെ യു വിൽ ഗെറ്റ് പീസ്. ദ പവർഫുൾ, ദ ബെസ്റ്റ് ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ദെൻ റിഫ്ലക്ഷൻ. ലൈഫിലൊന്ന് തിരിഞ്ഞു നോക്കണം, എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലേക്ക് വന്നത്. മീനിങ് റിച്വൽസ് ധാരാളമുണ്ട് നമുക്ക്. പിന്നെ സ്ട്രെസ് കുറച്ച് സമാധാനം കിട്ടുന്നു ഏതെങ്കിലുമൊക്കെ റിച്വൽ, മോർണിംഗ് ഈവനിങ് റിച്വൽ, ധാരാളം റിച്വൽസ് ഉണ്ട്. നമുക്കത് ഏതെങ്കിലുമൊക്കെ എടുക്കാം. അതെടുത്ത് ഈ ഒരു സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ നമുക്ക് ഒരു കണക്റ്റിംഗ് ടു എ സെൻസ് ഓഫ് ബിഗർ നരേറ്റീവ്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്സിന് പകരം ഒരു പർപ്പസിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഒരു പർപ്പസിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീല് നമുക്ക് തരും ഈ ഇതിലേതെങ്കിലും ഒരു സാധനം എടുത്താൽ. അഞ്ചാമത്തെ ഫിസിക്കൽ സെൽഫ് കെയർ. സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് എക്സസൈസ്, ഫിസിയോളജി ചേഞ്ച് ചെയ്യുക, എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെന്റ്. പിന്നെ ഹോമിയോ ഓക്കെ, ഫിസിക്കലി നമുക്ക് എക്സസൈസ്, ഇപ്പം ഒന്നും നമുക്ക് എക്സസൈസ് പോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കുക, സ്പീഡ് കൂട്ടി നടക്കുന്നത് നല്ലതാണ്. സ്പീഡ് കൂട്ടി നടക്കുക. ദെൻ നല്ല പറ്റുന്നിടത്തോളം ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. റെസ്റ്റ്ഫുൾ സ്ലീപ്പ്. ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്, അപ്പം പകലാണെങ്കിലും കുറച്ചു നേരം കിടന്ന് ഉറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല. ഒന്ന് റിലാക്സ് ആവുന്നവരെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുന്നത് നല്ലതാണ്. ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മളെ ബോഡിയും മൈൻഡും ഒക്കെ ഹീൽ ചെയ്യുന്നത്. അലോ അവർ ബോഡി ആൻഡ് മൈൻഡ് ടു ഹീൽ. ദെൻ ജെൻറ്റിൽ മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാം, യോഗ ചെയ്യാം. നമുക്ക് വെറുതെ പുറത്തിറങ്ങി ചെടി മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടക്കാം. അതുപോലെ തന്നെ കോഫി, അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കണം കേട്ടോ. സ്ക്രീൻ ടൈം സ്ട്രെസ് കൂട്ടും. കഫെയിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, കോഫി, ചായയൊക്കെ കുറച്ച് കുറയ്ക്കുക. അതൊക്കെ സ്റ്റിമുലസ് ആണ്. ഇതൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നമുക്ക് ഫിസിക്കലി, ഇതൊക്കെ കുറച്ച് ഫിസിക്കൽ സെൽഫ് കെയർ കൂട്ടിയാൽ കുറെ കൂടി പീസായിരിക്കും. ദെൻ നമ്മൾ പറയില്ലേ റിക്കവറി റിച്വൽസ് എന്ന് പറയുന്ന, അതായത് ഡെലിബറേറ്റ് റെസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഓഫ് ടൈം എടുക്കുക, പവർ നാപ്പ് എടുക്കുക, ഒരു റിലാക്സേഷൻ, ഡീപ്പ് റിലാക്സേഷൻ എടുക്കുക. ദെൻ നേച്ചറിലങ്ങ് ഇമ്മേഴ്സ്ഡ് ആകുക. കുറേ നേരം പുറത്തൊറ്റയ്ക്ക് പോയി നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുക, സൈലൻസിലിരിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഗെയിമിൽ നമ്മൾ ഇൻവോൾവ് ആകുക. ഇതൊക്കെ നല്ല റിക്കവറി റിച്വൽസ് ആണ്. ഇതൊക്കെ വളരെ പവർഫുള്ളാണ്. സ്ട്രെസ് ഉള്ളവർക്ക് നമുക്ക് ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്ത് ചെയ്യാം. ദെൻ ബൗണ്ടറീസ് ആൻഡ് ഡിസിഷൻ ഫിൽട്ടേഴ്സ്. ഏഴാമത്തത്, നമുക്ക് ഒരു ഗ്രീൻ ഗേറ്റ് എപ്പോഴും നമുക്ക് മനസ്സിലാകും. നമ്മുടെ മൈൻഡിൽ ഒരു ഗ്രീൻ ഗേറ്റ് ഉണ്ടായിരിക്കണം. എവിടെ എസ് പറയണം, എവിടെ നോ പറയണം. ചില എസ്സുകൾ നമുക്ക് സ്ട്രെസ് തരും, ചില നോയും സ്ട്രെസ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മിറ്റ്മെൻറ്റ് തലയിൽ, ഒന്നാമത് നമ്മൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻ്റ് ഒന്നും എടുത്ത് വെക്കരുത്. അത് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും, നമ്മുടെ അലൈൻമെൻറ്റിൽ നിന്ന് പുറത്തു പോകും. അപ്പം നോ ആണ് പറയണമെങ്കിൽ നോ തന്നെ ശക്തമായി പറയുക. എൻ്റെ ഗ്രീൻ ഗേറ്റ് അവിടെയാണ്, അവിടെ യെസ്, അവിടെ നോ.
അത് ഓക്കെ, അതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ സ്ട്രെസ് ഇല്ലാതെ വരും, സ്ട്രെസ് കൂടത്തില്ല. ദെൻ എട്ടാമത്തത് സോഷ്യൽ സപ്പോർട്ട് എടുക്കാം, കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട്. അതായത് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, അത് ഷെയർ ചെയ്യണം. ഇനി അത് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ആയിരിക്കണം. ഇത് കേട്ട ഉടനെ 10 പേരെ ഫോൺ എടുത്ത് വിളിച്ച് അറിഞ്ഞോ ഇങ്ങനെയൊക്കെയാണ് സംഭവം, അങ്ങനെയുള്ളവരടുത്ത് ഷെയർ ചെയ്യരുത്. അങ്ങനെ ആരും ഇല്ല, ഒരു മെൻറ്റർ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല, എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്ന സാധനം ഇതാണല്ലോ, ഇതെടുക്കുക. ഇതെടുത്തിട്ട് നമുക്ക് പലതരത്തിൽ ഇത് പറയാം. ഞാൻ ഞാനത് ഒരുപാട് എൻ്റെ ക്ലയൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പിരിച്വലി നമുക്കൊരു ഭയങ്കര ഒരു സുഖം കിട്ടും. എൻ്റെ വേദനകൾ ഞാൻ ദൈവത്തിനോട് പറയാണ്, വോയിസ് റെക്കോർഡ് ഇട്ടിട്ട് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞ് സ്ട്രെസ്സൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും അത് കേൾക്കാൻ നിൽക്കരുത്. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് മനസ്സിലൊരു ഭാരമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ആ സംഭവം ഡിലീറ്റ് ചെയ്യണം. ദൈവത്തിന് സെൻഡ് ചെയ്യുന്നു വേണ്ട, പറയുന്ന സമയത്ത് തന്നെ ആൾ കേൾക്കുന്നുണ്ടാവും, അത് ഡിലീറ്റ് ചെയ്യുക, അപ്പോഴും തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. വോയിസിൽ റെക്കോർഡ്. ഇപ്പോൾ നമ്മളെ അടുത്തൊക്കെ ചിലപ്പോൾ ഇവിടെ കോച്ചുമാരൊക്കെ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും വരുന്നുണ്ട്, എനിക്ക് പറയാൻ ആരുമില്ല, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ എന്നെ കേൾക്കാൻ ആരുമില്ല. ഈ സാധനം ചെയ്യൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേതെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നടക്കുന്ന ആത്മഹത്യകൾ എത്രയോ നമുക്ക് കുറയ്ക്കാം. കാരണം തുറന്നു പറയാൻ ആരുമില്ലാത്തത് ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ഹ്യൂമൻ ബീയിങ് എപ്പോഴും ഹ്യൂമൻ ബീയിങ് ആ സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത് അതാണ്. മറ്റുള്ളവർ എന്നെ കേൾക്കണം, കരുതണം, കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അതില്ലാതെ വരുമ്പോഴാണ് ഒരു സെൻസ് ഓഫ് എംപ്റ്റിനെസ് വരും. ഈ എംപ്റ്റിനെസ് ആണ് പലരെയും പല ആത്മഹത്യ പോലുള്ള കടുങ്കൈയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സൂപ്പർബാണ് കേട്ടോ, അത് വലിയ പുണ്യ പ്രവൃത്തിയാണ്. സോഷ്യൽ സപ്പോർട്ട്. ദെൻ കമ്മ്യൂണിറ്റി, ഒരു സപ്പോർട്ടീവ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. അപ്പം നമ്മളൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, കുറച്ച് കാലം ഒരാളെ കാണുന്നില്ലെങ്കിൽ അന്വേഷിക്കണം, എന്താ പറ്റിയത്, എന്താ വരാത്തത്, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണം. സുഖമാണോ? സോറി മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഉം, മാം. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന കാര്യം, അതായത് ഞാൻ പഠിച്ചതെന്ന് പറയുന്നത്, ഉം, പിന്നെ നമ്മളിപ്പം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പാടില്ല എന്നാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ അനുഭവിക്കുന്നതാണോ വേറൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണോ എന്ന് മനസ്സിലാവില്ല. അത് ഉം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് ആരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ പോകാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ സൈക്കോളജിസ്റ്റുമാര് കോച്ചുമാരൊക്കെ ആരുടെയും പ്രശ്നം ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം എത്രയോ പ്രശ്നങ്ങൾ കേട്ടിരിക്കുന്നു. അത് കേട്ടിട്ട് ഇങ്ങനെ മാം പറയുമ്പോ മനസ്സിലൊരു കൺഫ്യൂഷൻ വരുന്നു. അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ മനസ്സിലായി. ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പ്രശ്നമുള്ളവര്, ഈ പ്രോബ്ലം ഉള്ളവര്, വേറൊരാളുടെ ഹെൽപ്പ് വേണ്ടവര്, എങ്ങനെ ഈ പ്രോബ്ലവുമായിട്ട് അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരാളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേറെ പല സോഴ്സും ഉണ്ട്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൊരു മിസ്റ്റേക്കാണ്. നമ്മൾ അല്ല, അപ്പൊ എന്റെ മെന്റർ ആണെങ്കിൽ പറയരുത്, ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് ഇരിക്കുവാണ്, അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ ഇങ്ങനെ സ്ട്രെസ് എന്നോട് പറയുമ്പോൾ ഞാൻ എന്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ എന്നോട് ഇത് പറയരുത് എന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും മനസ്സിലായി. ഞാനും ആരുടെയും കേൾക്കാൻ പോവാറില്ല. ഞാൻ ചോദിക്കുന്നത്, ജയയുടെ വീട്ടിലൊരാൾക്ക്, ജയയുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ ജയ കേൾക്കോ ഇല്ലേ? കേൾക്കും. കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ മനസ്സിൽ കേൾക്കും. പക്ഷെ അന്നേരം മനസ്സിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് വരും, അയ്യോ ഇത് ഞാൻ ഇങ്ങനെ കേട്ടാ എനിക്ക് പ്രശ്നമാകുമോ എന്നുള്ള ആ മൈൻഡ് സെറ്റ് വരുന്നു. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് അതൊരു ബിലീഫായിട്ട് മാറിയിരിക്കണം. അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. നമ്മളിപ്പോ ഒരാളെ ഓക്കെ മാം. ബീയിങ് നമ്മൾക്ക് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റണമെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു കാര്യമില്ല. നമ്മൾക്കിപ്പോൾ ഒരാൾക്കൊരു സമാധാനം കൊടുക്കാൻ പറ്റിയാൽ, ഒരാളുടെ ഒരു സ്ട്രെസ്സിന്റെ റിലീഫ് കൊടുക്കാൻ പറ്റിയാൽ, ഒരാൾക്ക് ഒരു നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയാൽ, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു കോച്ചാണെങ്കിൽ അതായിരിക്കണം ചെയ്യേണ്ടുന്നത്. ഇപ്പം നാളെ ഞാൻ കോച്ചായി കഴിഞ്ഞ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് എൻ്റെ അടുത്ത് പറയില്ല, പോസിറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. വി ആർ ഗൈഡ്, വി ആർ ഫെസിലിറ്റേറ്റർ, വി ആർ
ലീഡേഴ്സ് ടു നമ്മൾ അവർക്ക് കറക്റ്റ് വഴി കാണിച്ചു കൊടുക്കാൻ അവരെ എക്യുപ്ഡ് ആക്കുന്ന ആൾക്കാരാണ്. അഡ്വൈസ് കൊടുക്കലല്ല കോച്ചിങ് എന്ന് പറയുന്നത്. ഈവൻ കൺസൾട്ടേഷനും കൗൺസിലിങ്ങും അഡ്വൈസ് കൊടുക്കലൊന്നും അല്ല. അവരെ റൈറ്റ് വഴിയിലൂടെ നടക്കാൻ അവരെ കറേജും ക്ലാരിറ്റിയും കൊടുത്ത് എക്യുപ്ഡ് ആക്കുന്ന ആൾക്കാരാണ് നമ്മൾ, ലീഡേഴ്സ്, കോച്ചുമാര്, സൈക്കോളജിസ്റ്റുകളെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രോബ്ലത്തിൽ നിന്ന്, ലോകത്ത് ആർക്കും പ്രോബ്ലത്തിന്റെ അകത്ത് നിന്ന് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റില്ല. പ്രോബ്ലത്തിൽ നിന്ന് മാറി നിന്ന് പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്താലാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സൊല്യൂഷൻ കൊടുക്കേണ്ടുന്നത്. ഈ അത് ജയ മനസ്സിലാക്കിയതിൽ ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഈ നെഗറ്റീവ് കേൾക്കരുതെന്ന് പറയുമ്പോൾ ഈ ചാനൽ നമ്മൾ മൈൻഡിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട്, ഈ ജിജോ എന്ന് പറയും, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പം ചാനൽ നോക്കിയിട്ട് ഉള്ള ക്രൈം എല്ലാം കാണുന്നു, കുറെ ആൾക്കാർ കൂടി നിന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നു, ബ്ലെയിമിങ്, ക്രിറ്റിസിസം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, അത് കേൾക്കുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ കുറച്ച് ആളുകളുടെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ പരാമർശിക്കുന്നു. ദെൻ നമ്മൾ പിന്നെയുള്ള ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മളിന്ന് നെഗറ്റീവായിട്ടുള്ള വേറെ എന്തെങ്കിലും ചാനലിൽ കാണുന്നു. വൈകിട്ടത്തെ ന്യൂസ് അവർ കണ്ടാലും മതി. പിന്നെ നമ്മൾ ഇരിക്കുന്നു, ബാക്കിയുള്ള സമയം കുറ്റപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ എടുക്കാൻ പാടില്ലാത്തത്. ഒരാളെ സഹായിക്കുന്നതിൽ അയാൾ നെഗറ്റീവ് പറഞ്ഞു, ഇല്ല ഇറങ്ങിപ്പോ, വീട്ടിനകത്ത് കയറ്റത്തില്ല, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ ഒരാളാണ്, നോ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. നമ്മളെ മനസ്സിന് കൊടുക്കുന്ന ഫുഡ്, ഇവിടുത്തെ ഇന്റൻഷൻ എന്താണ്? ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് അയാളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ എന്തായിരിക്കണം? ഇയാളെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ഇന്റൻഷൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾക്കത് ഉള്ളിലേക്ക് വരില്ല. ഇന്റൻഷൻ ക്ലിയർ ആകണം, പ്യുവർ ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഇതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇന്റൻഷൻ, അയ്യോ ഇത് എൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമോ എന്നുള്ള ഡൗട്ടാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞത് ഒരു ഫിയർ ഉണ്ടാക്കിയേക്കാം. ക്ലിയർ ആയോ? ഞാൻ അല്ല മാം, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്. മാം പറഞ്ഞ ആ ഒരു നെഗറ്റീവ്, അത് നമ്മൾ ചെയ്യാറില്ല, നെഗറ്റീവ് ന്യൂസ്. ഒപ്പം ഇതും ഉണ്ട്. നമ്മളെ ഇന്റൻഷൻസ് കറക്റ്റ് ആക്കുക. ഈ ഒരു ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. എന്റെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി തന്നേന് ഒരുപാട് താങ്ക്സ്. കുറെ നാൾ കൊണ്ടുള്ള എന്റെ ഒരു ഡൗട്ടാണ്. അപ്പൊ എന്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നാറുണ്ട്, അപ്പൊ ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, പിന്നെ പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് സ്വയം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? അവരൊക്കെ ഇങ്ങനെ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്, അപ്പൊ അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ഒത്തിരി വട്ടം എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. പക്ഷെ എനിക്ക് എവിടുന്നും അതിനൊരു ഉത്തരം കിട്ടിയില്ല. ഇപ്പൊ അത് കിട്ടി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്റൻഷൻ, നമ്മൾ ഇപ്പൊ എല്ലാവർക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വരെയാണ് നമുക്ക് ആ ഒരു നിയോഗം ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവരുടെ എനർജി താഴെയാണ്, നമ്മുടെ എനർജി എപ്പോഴും മുകളിലേക്ക് സൂക്ഷിച്ചു വെക്കുക. സെയിം എനർജി ആകുമ്പോഴാണ് നമുക്കത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഹയർ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഹയർ ഇമോഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്റൻഷൻ പ്യുവർ ആണെങ്കിൽ ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. 25 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ആളുകളുടെ പ്രശ്നം കേട്ട് ഞാൻ ജീവിക്കുന്നത്. എന്നെ ഒരു പ്രശ്നവും അഫക്റ്റ് ചെയ്യാൻ ഞാൻ എന്നെ അനുവദിക്കത്തില്ല, ഒരു പ്രശ്നവും. കാരണം നമ്മൾ ആ ഒരു പ്രോബ്ലം, എൻ്റെ ഇന്റൻഷൻ എന്താണ്, ആ വ്യക്തി എങ്ങനെയാണ് എനിക്ക് അതിൽ നിന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് മാത്രമാണ് എൻ്റെ ഫോക്കസ്, അതാണ് എൻ്റെ ഇന്റൻഷൻ. അങ്ങനെ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ദെൻ നമുക്ക് അടുത്തത് 9ാമത്തെ ജേർണലിംഗ് ആണ്. ഇമോഷണൽ പ്രോസസ്സിങ്, ജേർണലിംഗ് പ്ലസ് ഇമോഷണൽ പ്രോസസ്സിങ്. നമ്മളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. നിങ്ങളുടെ ഫീലിംഗ് നിങ്ങൾക്ക് എഴുതാം. നമ്മൾ അവരോട് തന്നെ പറയാം, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എഴുതുക. നിങ്ങൾക്ക് അപ്പോഴും ഉണ്ടാകുന്ന ഫീലിംഗ്, ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് എഴുതാം. ഗിൽറ്റ് ഉണ്ടെങ്കിൽ അവിടെ റിലീസ് ചെയ്യാം. ഞാൻ ചെയ്തു പോയി, എനിക്ക് അപ്പോഴങ്ങനെയാണ് തോന്നിയത്, എനിക്ക് ഇന്ന് കുറ്റബോധമുണ്ട്, എനിക്ക് ആ വിഷമമുണ്ട്, അത് എഴുതാം. അപ്പോൾ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗൻസിലൂടെ നമ്മളത് റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ ഷെയിം ഉണ്ടെങ്കിൽ എഴുതാം. നമുക്ക് ചിലപ്പോൾ നാണക്കേട് തോന്നും, ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് ഫീൽ ചെയ്ത്. ചിലപ്പോൾ പല ക്ലയൻസ് നമ്മളോട് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും റിവീൽ ചെയ്യത്തില്ല. അവർക്കൊരു ബുദ്ധിമുട്ടാണ്, ഷെയിം ഉണ്ട് അവർക്ക് നമ്മളോട് പറയാൻ. അപ്പോൾ നമ്മൾ പറയണം,
നിങ്ങളിതെല്ലാം എഴുതുക. നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണോ വരുന്നത്, എന്ത് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ നടന്നു പോയിട്ടുള്ളത്, എന്ത് സങ്കടത്തിലൂടെയാണോ നടന്നു പോയിട്ടുള്ളത്, എന്ത് തരത്തിലുള്ള കുറ്റബോധമാണോ നിങ്ങൾക്കുള്ള, എല്ലാം നിങ്ങൾ എഴുതുക. ആരും കാണാതെ നിങ്ങൾ കംപ്ലീറ്റ് എഴുതുക. നിങ്ങളുടെ അൺഫെയർ എക്സ്പെക്ടേഷൻ ഭയങ്കര പ്രശ്നമാണ്. അതായത് അപ്പുറത്തെ വീട്ടിൽ അവർക്കുണ്ട്, അല്ലെങ്കിൽ അതേപോലെ എനിക്കില്ലാത്തതിനുള്ളൊരു പെയിനുണ്ട്. അത് നമുക്കതൊരിക്കലും ആ രീതിയിലേക്ക് അത് എനിക്ക് ഫെയർ അല്ലാത്തൊരു എക്സ്പെക്ടേഷൻ എൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ അത് സ്ട്രെസ് തരും. അപ്പം ഇതെല്ലാം എഴുതാൻ പറയണം. എഴുതിയിട്ട് വായിച്ചു നോക്കാതെ നിങ്ങൾ കൊണ്ടുപോയി കത്തിച്ച് കളയോ അല്ലെങ്കിൽ ഡയറി ചെയ്തിട്ട് ഫ്ലഷ് ചെയ്യുകയോ ചെയ്യാൻ പറയണം. ഇത് ചെയ്യുമ്പോൾ തന്നെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇമോഷൻസ്, അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്ത് പോകും. പിന്നെ ഓഫ് കോഴ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങും പോസിറ്റിവിറ്റി ഡിസ്കൗണ്ട് ചെയ്യാതെ കൗണ്ട് ചെയ്യൽ, അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി കൗണ്ട് ചെയ്യൽ, അക്നോളജ് ചെയ്യൽ, വാലിഡേറ്റ് ചെയ്യൽ ഒക്കെ സ്ട്രെസ് കുറയ്ക്കുന്ന കാരണം. 10ാമത്തെ ഇൻ്റഗ്രേറ്റിംഗ് സൈക്കിൾ ഓഫ് ആക്ടിവേഷൻ പ്ലസ് റെസ്റ്റ്, അതായത് വർക്ക് റെസ്റ്റ് ബാലൻസ്. എത്ര ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും ഒരു പോസ് എടുക്കുക. ഒരു 72 hour ആക്ടിവേഷൻ റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട്. അതായത് നമ്മൾ ഒരു ബ്രേക്ക് ഒക്കെ എടുക്കണേ റീചാർജ് ചെയ്യും. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒരു സ്റ്റേക്കേഷൻ എടുക്കാം. നമുക്ക് സമാധാനം തരുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് നേരം പുറത്ത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഉള്ളവരാണെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോയി ഒരു ദിവസം ആ എൻവയോൺമെൻ്റ് ഒക്കെ ഒന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോവാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് പോകാൻ പറ്റുന്നതെങ്കിൽ ഒറ്റയ്ക്ക് പോയി റീചാർജ് ചെയ്തിട്ട് നമ്മൾ വരിക. ഇങ്ങനത്തെ പ്രോസസ്സ് നമുക്ക് സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് പീസിനെ നമുക്ക് ആങ്കർ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് പീസ് ഫീൽ ലൈക്ക്, അല്ലെങ്കിൽ പീസ് നമുക്ക് കാണാൻ പറ്റും? സമാധാനം എങ്ങനെ ആയിരിക്കും? സമാധാനം എവിടെ കിട്ടും? സമാധാനം വാട്ട് പീസ് ഫീൽ ലൈക്ക് എന്ന് ചോദിച്ചാൽ, ലുക്ക് ലൈക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പീസ് എന്ന് പറയുന്നത് നമുക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പീസ് എന്ന് പറഞ്ഞാൽ അല്ലേ, പീസ്ഫുൾ ആണ്, എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? വളരെ പീസ്ഫുൾ ആണ്. അതെങ്ങനെയാണ് ആ പീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് ഇരിക്കും? എങ്ങനെ നമുക്ക് പീസ് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാൾക്ക്? പീസ്, സമാധാനം, പറ്റില്ല. അത് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്, നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു സ്റ്റിമുലസിനും ഒരു റെസ്പോൺസിനും ഇടയിലുള്ളൊരു സ്പേസ്, ആ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പീസ്ഫുള്ളായി. ഒരു സ്റ്റിമുല വരുന്നു, ഒരാൾ നമ്മൾ ചീത്ത പറയാൻ വരുന്നു, അപ്പോൾ പെട്ടെന്ന് അതാണ് ഒരു സ്റ്റിമുലേ, എന്നെ മോശം വാക്ക് യൂസ് ചെയ്തു, എൻ്റെ ഭാഗത്തൊരു റെസ്പോൺസ് വരും. ഇതിനിടയിൽ എനിക്കൊരു ബ്രേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശക്തിപ്രിയൻ സാറിനെയും ഡോക്ടർ ബിജുവിനെയാണ് കാണുന്നത്. അപ്പം ശക്തിപ്രിയൻ സാറിന് എന്നെ വഴക്ക് പറയും, എന്തെങ്കിലും കാര്യത്തിന് എന്നെ വഴക്ക് പറയുന്നു, അൺവാണ്ടഡ് ആയിട്ട് എന്നെ വഴക്ക് പറയുന്നു. എനിക്കത് ഹേർട്ട് ചെയ്ത്, ഒരിക്കലും ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിനാണ് അദ്ദേഹം എന്നെ വഴക്ക് പറയുന്നത്, എന്നെ കുറ്റപ്പെടുത്തുന്നതൊക്കെ. അത് ആ ഒരു സ്റ്റിമുലേ വന്നു. പെട്ടെന്ന് നമുക്ക് വരുന്നൊരു റെസ്പോൺസ് വരും, റിയാക്ഷനും റെസ്പോൺസും വരും. റെസ്പോൺസാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ പോലും ആ ഒരു ഗ്യാപ്പിൽ അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂഡ് ശരിയില്ലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം വേറെ ഏതോ സ്ട്രെസ്സിൽ പറഞ്ഞു പോയതായിരിക്കും. ആ ഒരു തോട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കാൻ പറ്റിയാൽ അവിടെ ഞാൻ പീസ്ഫുള്ളായി. ഒരു സ്റ്റിമുലേക്കും ഒരു റെസ്പോൺസിനും ഇടയിലുള്ളൊരു ഗ്യാപ്പിൽ എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പീസ് ആയിരിക്കുമ്പോൾ നമുക്കുള്ള സുഖം എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലായിരിക്കും. നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ബ്രീത്ത് ഭയങ്കര സ്പീഡാണ്, ബ്രിത്ത് വളരെ സ്ലോ ആയിരിക്കും. ചിന്തിക്കുന്നതിന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, ക്രിയേറ്റീവ് ഫ്ലോ ഉണ്ടായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും പീസിലാണെങ്കിൽ. സ്ട്രെസ്സിലാണെങ്കിൽ എത്ര വലിയ സംഭവം വന്നാലും നമുക്കൊരു സന്തോഷവും വരത്തില്ല. ചെറിയൊരു കാര്യത്തിൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം കണ്ടെത്താൻ പറ്റും, കുഞ്ഞു കാര്യത്തിൽ പോലും. ആ വിൻഡോയുടെ അപ്പുറത്ത് 2 പ്രാവുകൾ വന്നിരിക്കുന്നു, രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്.
ആ പ്രാവ് ഇങ്ങനെ ഒന്നിരിക്കുന്നത് കണ്ടില്ലേ, അതിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ സ്ട്രെസ്സിലാണെങ്കിൽ നാശം എന്താ അവിടെ വന്നിരിക്കുന്നത്, അവിടെ മുഴുവൻ വൃത്തികേടാക്കും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഫ്ലോറിൽ അവരുടെ ടെറസിൽ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് കാണാം. അപ്പം ചെറിയ കാറ്റുണ്ടെങ്കിൽ ആ കാറ്റിൽ ആ പൂക്കളിങ്ങനെ, ആ ചെടികളിങ്ങനെ, അല്ലെങ്കിൽ ഇവിടുത്തെ ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടികളിങ്ങനെ കാറ്റിൽ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാണുമ്പോൾ എന്ത് രസമാണ്. നല്ല ഫ്രഷ് എയർ, നല്ല രസമുണ്ട് ആ ഗ്രീൻ കാണാൻ. എന്തൊരു നന്നായിരിക്കുന്നു ഒരു തോട്ടായിരിക്കും എനിക്ക് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ആണെങ്കിൽ ഇതൊന്നും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ പോലും പെടില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് പീസ്ഫുൾ ആണെങ്കിൽ നമുക്ക് എൻഡ് ഓഫ് ദി ഡേ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. നല്ല സ്ലീപ്പായിരിക്കും. ബോഡി ഒരു ലൈറ്റർ, വലിയൊരു വെയിറ്റ് ഒന്നും ഇല്ല, ബോഡി ഹെവിനെസ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ബന്ധങ്ങളും കോൺഫ്ലിക്റ്റ് കുറവായിരിക്കും. നമ്മൾ പ്രസൻറ്റ്ഫുൾ ആയിരിക്കും എപ്പോഴും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കണ്ണിലൂടെ കണ്ടു പോകുന്നു. ചിലപ്പോൾ നമ്മൾ സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണിലൂടെ മുന്നിലാണെങ്കിൽ നമ്മൾ അറിയില്ല. ദെൻ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവും, ഒരു സ്പിരിച്വൽ അലൈൻമെൻറ്റ് ഉണ്ടാവും. നമ്മളുടെ പോകുന്ന വഴി ശരിയാണ്. ട്രസ്റ്റ് ഇൻ യുവർ പാത്ത്. ആ പാത്തിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് നമുക്കൊരു പീസ്ഫുൾ ആയിരുന്ന ഒരു അവസ്ഥ. അപ്പം നമുക്ക് അങ്ങനെ ആകണമെങ്കിൽ നമുക്കൊരു കാര്യം, നമുക്ക് നല്ല നല്ല റിച്വൽസ്, സ്മോൾ റിച്വൽസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്രീതിങ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 കാര്യങ്ങളിൽ 6 എണ്ണമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിരിക്കും, വളരെ സന്തോഷമായിട്ട് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഇനി എക്സ്ട്രാ നമുക്ക് ഒരു 2-3 കാര്യം കൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഡോസ് കേട്ടിട്ടുണ്ടാവും. ഡോസ്, ഒരു എക്സ്ട്രാ ഡോസ്. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ഒരു നാച്ചുറൽ സ്ട്രെസ് ബസ്റ്റേഴ്സ് ആണ് ഈ ഡോസ് എന്ന് പറയുന്നത്. ഡോപ്പമൈൻ, അതായത് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോസിറ്റീവ് സ്റ്റിമുലൻസ് ആണ്. ഈ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഈ 4 എണ്ണം നാച്ചുറലായിട്ട് സ്ട്രെസ് ബേസ്റ്റ് ചെയ്യുന്ന 4 സ്റ്റിമുലേ ബ്രെയിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് നോർമലി നമുക്കത് എക്സ്റ്റേണൽ എഫേർട്ട് ഇടാതെ. ഡോപ്പമൈൻ എന്ന് പറയുന്നത് റിവാർഡ് കെമിക്കൽ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത്, ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡോപ്പമൈൻ. ഇത് സ്ട്രെസ്സിനെ കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് എനർജി തരുന്നതാണ്. ഒരു ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കില്ല, അതേപോലെ. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിൻ ചെയ്യണം. ഈവൻ ചെറിയൊരു കാര്യം ആണെങ്കിൽ പോലും കൊള്ളാം, ഞാനിത് ചെയ്തല്ലോ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമുക്ക് അത് അക്നോളജ് ചെയ്യണം. ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ഓക്സിറ്റോസിൻ. ഇത് കുറേ ഉണ്ട്, പക്ഷെ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്, സമയമില്ലാത്തതുകൊണ്ട്. ലവ് ആൻഡ് കണക്ഷൻ. നമ്മൾ സ്നേഹിക്കുമ്പോൾ, സോഷ്യലൈസ് ചെയ്ത് നിൽക്കുമ്പോൾ, സുഖമാണോ, എന്തുണ്ട് സാറേ വിശേഷങ്ങൾ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സ്നേഹിക്കുമ്പോഴും കണക്ട് ചെയ്യുമ്പോഴും, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കണ്ണിൽ നോക്കുമ്പോൾ, അവരുടെ കൈകളിൽ പിടിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന, അടുത്തിരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നതാണ് ഓക്സിറ്റോസിൻ. ഇത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, സേഫ്റ്റി ഉണ്ടാകും, ഒരു കണക്ഷൻ, ഫീലിംഗ് ഓഫ് ബീയിങ് കണക്ഷൻ, അത് നമുക്ക് തരുന്ന ഒരു സംഭവമാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ നമ്മൾ ഈ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അപ്പോൾ നമ്മൾ ഓക്സിറ്റോസിൻ നമുക്ക് കുറവായിരിക്കും. അപ്പോഴാണ് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക, നമുക്ക് അവരടുത്ത് ഒന്നിരിക്കുക, അവരോട് കാര്യങ്ങളൊക്കെ പറയുക, അത് നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും ഓക്സിറ്റോസിൻ കൂട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുന്നത്, പിന്നെ നല്ലൊരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ പാർട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് കോച്ചിങ് ബാച്ചിൽ നമുക്ക് ഭയങ്കര രസമാണ്. ഓരോ സെഷൻ കഴിയുമ്പോഴും അവരുടെ റെസ്പോൺസ് ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. ആ ക്ലാസ്സിൽ കാണുന്ന ഒരു സിൻസിയറിറ്റി വരുന്നതിന് അവിടെ നമ്മൾ ഓക്സിറ്റോസിൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരിലും. മൂന്നാമത്തെ സെറട്ടോണിനാണ്. ഡോസിൽ എസ്.
അതൊരു മൂഡ് സ്റ്റെബിലൈസറാണ്. നമ്മുടെ മൂഡ് ഇതാക്കുന്നത്, ബാലൻസ്ഡ് ആൻഡ് ഈസ് ആക്കുന്നതാണ് ഈ സെറട്ടോണിൻ എന്ന് പറയുന്നത്, സ്ട്രെസ് കുറയ്ക്കുന്നത്. ഈ സെറട്ടോണിൻ ലെവൽ കുറയുമ്പോഴാണ് ആങ്സൈറ്റിയും ഇറിറ്റബിലിറ്റിയും ഡിപ്രഷനും ഒക്കെ കൂടുന്നത്. അപ്പോൾ അതിന് നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ, സൂര്യപ്രകാശം, വൈറ്റമിൻ ഡിയുടെ പ്രശ്നം കൊണ്ട് സെറട്ടോണിൻ കുറയും. അപ്പോൾ രാവിലെ മോർണിംഗ് വാക്ക് നല്ലതാണ്. മൈൻഡ്ഫുൾ മൂവ്മെൻറ്റിലേക്ക് യോഗ, വാക്കിംഗ്, ബ്രീത്തിങ്, ഫിസിക്കലി എന്ത് ചെയ്താലും നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് നല്ലതാണ്. എഗെയിൻ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ അതുപോലെ തന്നെ അതായത് നല്ല ഭക്ഷണങ്ങളൊക്കെ ഒന്ന് തിരഞ്ഞെടുത്ത് കഴിക്കുക, ഡയറ്റിലൊക്കെ നോക്കുക നല്ലതാണ്. അപ്പോൾ സെറട്ടോണിൻ നമുക്കുണ്ടാകും. അടുത്ത എൻഡോർഫിൻ. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കഞ്ചാവ് എന്നാണ് പറയുന്നത്. നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമ്മളെ പെയിൻ റിഡ്യൂസ് ചെയ്ത് ജോയ് തരുന്നൊരു സംഭവം. അത് ഫിസിക്കൽ മൂവ്മെൻറ്റിലൂടെ മാത്രമാണ് എൻഡോർഫിൻ നമുക്ക് കിട്ടുക. അത് ഭയങ്കരമായിട്ട് പിന്നെ എക്സസൈസ്, ഡാൻസ്, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഡാൻസാണ്. 10 മിനിറ്റ്സ് ഡാൻസ് ചിരിക്കുന്നതിലൂടെ നമുക്ക് ലാഫ്റ്റർ തെറാപ്പിയും നല്ലതാണ് കേട്ടോ, എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ നല്ല ബ്രീത്ത് വർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ ഹെഡ്, ഹാർട്ട്, ഗട്ട് കൊഹറൻസിൽ വന്നാലും നമുക്ക് നല്ല എൻഡോർഫിൻ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോ ദിവസവും ഈ ഡോസ് ഓരോ ദിവസവും ഓരോ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ സൂപ്പറാണ്. ഇപ്പം അതായത് ഇപ്പം മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ, ഇപ്പം രാവിലെ സൺലൈറ്റ് കൊള്ളാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എഴുതാം, അപ്പോൾ സെറോട്ടോണിൻ കിട്ടും. ഒരു ടാസ്ക്, ടു ഡു ലിസ്റ്റ് എഴുതി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡോപ്പമൈൻ ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിക്കാം, കുട്ടികളെ ഹഗ് ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ഒരു ഹഗ് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്സിറ്റോസിൻ കിട്ടും. ദെൻ എക്സസൈസ് ചെയ്യാം, ചിരിക്കാം, ഡാൻസ് ചെയ്യാം, ഓക്സിറ്റോസിൻ കിട്ടും. ഇതൊക്കെ നമ്മൾ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ പറഞ്ഞ ഹാർട്ട് ബ്രെത്ത് കൊഹറൻസ്, EFT, ഡോസ്, മൈൻഡ്ഫുൾനെസ് ഓർ മെഡിറ്റേഷൻ, നർച്ചർ ഇമ്മേഴ്സ് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളെ സെൽഫ് നർച്ചറിങ് ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ബൗണ്ടറി സെറ്റ് ചെയ്യുക, അതുപോലെ മൂവ്മെൻറ്റ് എക്സസൈസ്, അങ്ങനത്തെ ഇതിലേതെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സൂപ്പർ ഡ്യൂപ്പർ പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൂപ്പറായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടും. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ദ ബെസ്റ്റ് ആവും. ആ ഫ്ലോ സ്റ്റേറ്റിൽ ജോലി ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മളിതെല്ലാത്തിനുപരി നമ്മൾക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ഒരു സന്തോഷം, ഒരു മീനിങ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ലീവ് അവർ ധർമ്മ, നമ്മുടെ പേർപ്പസിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് 1 മിനിറ്റ് എക്സ്ട്രാ ആയിപ്പോയി. 7:30 ഇവിടെ 7:30 ആയി. അപ്പോൾ എത്രമാത്രം പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റൂ അത്രമാത്രം നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. എത്രമാത്രം പീസ്ഫുൾ ആകുന്നോ അത്രമാത്രം നമ്മൾ എക്സൈറ്റഡ് ആൻഡ് എന്തൂസിയാസത്തിൽ ജീവിക്കാൻ പറ്റും. അത്രമാത്രം നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. കാരണം ഹയർ എനർജിയിലും ഇമോഷനിലും നിൽക്കുമ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ആൻഡ് പേഷ്യൻസ്. 1 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, madam. Thank you, ma'am. Thank you very much. Thank Thank you, you, ma'am. ma'am. Thank you so much. താങ്ക് യു സോ മച്ച്. ഹാവ് എ പവർഫുൾ വീക്കെൻഡ്. Thank you, സൺഡേ ma'am. നിങ്ങൾ എൻജോയ് ചെയ്യുക, Thank you. അടിച്ചു പൊളിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക, സ്നേഹത്തോടു കൂടി എല്ലായിടത്തും സംസാരിക്കുക. എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും നിങ്ങൾ ഓരോ ദിവസവും വേറിട്ട വ്യക്തിയാണ് മാറുന്നത്. നിങ്ങളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. താങ്ക് യു. Thank you. Thank you so much. താങ്ക് യു. ബൈ. Thank you, ma'am. Thank you. നെക്സ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും കാണാം. Have a nice day. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സെയിം ടു യു. Thank you. താങ്ക് യു. ബൈ ബൈ.